റാം മക്കളെങ്ങാനും ഉണർന്ന വളരെ നേരത്തെ സ്വരത്തിൽ അവനെ നോക്കി രൂക്ഷമായി പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. മക്കളെ ഒന്ന് നോക്കി അവരെ പുതപ്പിച്ചു കൊടുത്ത് അവർക്ക് ഇരുവശവും തലയിലെയും തടസ്സമായി വെച്ച് അവനും അവൾക്ക് പിറകെ വെച്ച് പിടിച്ചു. നിത നിത സോറി, നിത ഞാൻ സോറി പറഞ്ഞില്ലേ. റാം എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ? എനിക്കിവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്, കൊഞ്ചാൻ തീരെ സമയമില്ല. നിത ഞാൻ സോറി പറഞ്ഞില്ലേ. എന്തിന്? നിനക്കറിയില്ലേ? എനിക്കെങ്ങനെ അറിയാം? റാമല്ലേ സോറി പറഞ്ഞ്, ഞാനല്ലല്ലോ. നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. അത് കണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി മടക്കി പിടിച്ചു. എനിക്കറിയാം, നീ നേരത്തെ ചോദിച്ചതിന് മറുപടി പറയാത്തതുകൊണ്ടല്ലേ ഈ പിണക്കും. അതിനാ സോറി. എനിക്ക് ആരുടെയും സോറി വേണ്ട. കാരണം പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയാം, ഞാനായി നിർബന്ധിക്കില്ല. മനസ്സിൽ വല്ല സ്ഥാനമുണ്ടെങ്കിലും പറയാം. നിനക്കല്ലാതെ ആർക്കെൻ്റെ മനസ്സിൽ സ്ഥാനം? കുറേ ഉണ്ടല്ലോ, അതിലേതാന്ന് എനിക്കെങ്ങനെ അറിയാം? ശാവത്തി കുത്തലടി. ഇങ്ങനെ ശവമാകാനെന്താ കാരണം? നിത ഞാൻ കേടന്നുരുളാൻ നിൽക്കേണ്ട റാം. ഞാൻ പറഞ്ഞു റാം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സമയം കളയാൻ നിൽക്കരുത്. ഓക്കെ ഞാൻ പറയാം. അത് പിന്നെ പെട്ടെന്ന് നിന്നെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു. ഞാൻ നിന്നോട് ചെയ്തതൊക്കെ ഓർമ്മ വന്നപ്പോൾ ബാക്കി പറയാതെ അവൻ തലകുനിച്ചു. അതെല്ലാം കഴിഞ്ഞതല്ലേ, ഇനിയും അതെല്ലാം ഓർത്തിരിക്കുകയാണോ? നീ മറന്നോ നിത? അതൊക്കെ എനിക്ക് വേണ്ടി എല്ലാം മറന്നതുപോലെ അഭിനയിക്കുന്നതല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നോട് ഈ ഹൃദയത്തിൽ ഒരു തരി പോലും വെറുപ്പില്ലെന്ന് എനിക്ക് വിശ്വസിക്കാനാവുമോ? ഉറപ്പിച്ച് പറയാമോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് തരി ദേഷ്യം പോലും ഇല്ലെന്ന്, പഴയതെല്ലാം ഒരിക്കൽ പോലും ഓർക്കാറില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാമോ നിനക്ക്? റാം പറയുന്നതാ തനിക്കെങ്ങനെ ആവാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ എനിക്കും. നീ അത് മറക്കാത്തോടത്തോളം കാലം എൻ്റെ സങ്കടവും മാറില്ല നിതാ. ഓരോ നിമിഷവും അതെന്നെ കുത്തി മുറിവിലിപ്പിച്ചു കൊണ്ടിരിക്കും. പേടിയാ എനിക്ക്. നാളെ മക്കളിതെല്ലാം അറിയുമ്പോൾ അവരെങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു ആലോചിച്ച്. ശരിയാ നീ പറഞ്ഞത്, അതൊന്നും എനിക്ക് നിഷേധിക്കാനാവില്ല. സത്യമാണ്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് തന്നെയാണ് പലതും. അവയിൽ പലതും ഇപ്പോഴും മനസ്സിലേക്ക് വന്ന് വേദനിപ്പിക്കാറുണ്ട്. നിത വേണ്ടടാ, കഴിഞ്ഞത് എത്രയൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ഒന്നും നമുക്ക് മറക്കാനാവില്ല. അതുള്ളിൽ കിടന്നിടത്തോളം കാലം ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു നോവായി തന്നെ ഉണ്ടാകും. അതിൻ്റെ ആഴം കൂട്ടുക എന്നല്ലാതെ അത് കുറക്കാൻ ആർക്കും ആവില്ല. എത്രയൊക്കെ ഉള്ളു തുറന്ന് ചിരിച്ചാലും അതിൽ ആത്മാർത്ഥതയുടെ അളവ് കുറവായിരിക്കും. അവൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ റാം അവൾക്ക് മുന്നിൽ തലകുനിച്ചു. കഴിഞ്ഞതൊന്നും അവൾ മറന്നു കാണില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അതെല്ലാം ഇത്രയും ആഴത്തിൽ അവളിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് കരുതി. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്ന് അവനെ പിടിച്ച് വലിച്ച് തനിക്ക് നേരെ തന്നെ നിർത്തി അവൻ്റെ അതിരങ്ങളിൽ അമർത്തി മുത്തി അവനിൽ നിന്ന് വിട്ടു മാറുമ്പോൾ അവൾ ചെയ്തത് എന്താണെന്ന് മനസ്സിലാവാതെ ഒരു നിമിഷം അനങ്ങാതെ നിന്നു അവൻ. അത് മനസ്സിലാക്കി അവൻ്റെ കാൽപാദത്തിൽ കയറി നിന്ന് അവൻ്റെ കാതരകിൽ ഒരു മന്ത്രം പോലെ എന്തോ ഒന്ന് മന്ത്രിച്ചതും അവൻ്റെ കണ്ണുകൾ മിടിഞ്ഞു പോയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹബി, ആൻഡ് ഐ ലവ് യു. കഴിഞ്ഞതെല്ലാം ഈ ജന്മം മറക്കാനാവുമോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല റാം. പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ്. അതിൽ പകയോ പ്രതികാരമോ ഒന്നും തന്നെ ഇല്ല. എന്നോട് ചെയ്തതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ നിൻ്റെ പ്രണയത്തിൽ തോറ്റുപോയത് ഞാനല്ലേ റാം. ഐ ലവ് യു റാം, ഐ ആം റിയലി ലവ് യു. ഇതിലൊരു തരി പോലും നിന്നോടുള്ള ദേഷ്യമോ പകയോ ഇല്ല, മറിച്ച് ആഴങ്ങളിൽ വിരിഞ്ഞു കിടക്കുന്ന എൻ്റെ പ്രണയമാണ്. അത്രയും പറഞ്ഞ് അവളവൻ ഇറുകെ പുണരുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. നിത പ്ലീസ് റാം, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതാലോചിച്ച് വേദനിക്കരുത്. നമുക്കതെല്ലാം മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് നേടി തന്നില്ലേ? എന്നോട് ചെയ്തതിന് എല്ലാവരോടും മാപ്പ് പറഞ്ഞില്ലേ? ചെയ്തതിനെല്ലാം ഹൃദയത്തിൽ തട്ടി തന്നെ പശ്ചാത്താപിച്ചില്ലേ? അതിനേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്നില്ലേ? അത് പോരെ? ബാക്കിയൊന്നും കാര്യമാക്കണ്ട റാം. എല്ലാം പാസ്റ്റല്ലേ. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചല്ലേ പുതിയ ജീവിതത്തിലേക്ക് വന്നത്. ഇനിയും പഴയതെല്ലാം ആലോചിച്ച് എന്നെ കൂടെ വേദനിപ്പിക്കരുത്. അങ്ങനെ നീ വേദനിക്കുമ്പോൾ തോൽക്കുന്നത് ഞാനാണ്. അവിടെ എൻ്റെ പ്രണയമാണ് ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ തീവ്രതയാണ് കുറയുന്നത്. ഇനിയും എന്നിലെ പെണ്ണിനെ മുറിപ്പെടുത്തല്ലേ, ഇനിയും തോൽപ്പിക്കല്ലേ. നിത സോറിടി പെണ്ണെ, ഞാൻ എൻ്റെ പൊട്ട ചിന്തയ്ക്ക് എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയത്. നീ അതൊക്കെ വിട്ടുകള. നിൻ്റെ വാക്കുകളിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ വേദനകൾ എന്നേക്കാൾ ആഴത്തിൽ അറിയുന്ന നിന്നെ എനിക്ക് കിട്ടാനായി ഞാൻ എന്ത് പുണ്യടി ചെയ്തത്. വിധി എന്നെ പോലെ രാക്ഷസിയെ സഹിക്കാനുള്ള വിധിയാണ് ഉണ്ടായത്. അവൻ്റെ ശോകമടി മാറ്റാനായി ഒരു ചിരിയോട് അവൾ പറഞ്ഞത് കേട്ട് അവനോട് നാക്ക് കടിച്ച് നോക്കി. എഫ്ബിയിലിടുന്ന ഓരോ പേക്കിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുക്കുമല്ലോ, രാക്ഷസി പ്രണയെന്ന്. അതേലോ എൻ്റെ ജീവിതത്തിൽ വന്ന രാക്ഷസിയാണ് നീ. എന്നെ ഞാനാക്കിയ, എന്നിലെ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവന്ന പ്രണയം എന്താണെന്ന് കാണിച്ചു തന്ന് അത് ഞാൻ അനുഭവിച്ചത് ഈ രാക്ഷസി വഴിയാ. അപ്പോൾ ഈ രാക്ഷസിയെ തന്നെയാണ് ഞാനിന്ന് പ്രണയിക്കുന്നത്. യെസ്, ഐ മാഡ്ലി ലവ് വിത്ത് മൈ സ്വീറ്റി രാക്ഷസി പ്രണയം. മൈ സോൾ, എൻ്റെ പ്രണയം. വിധി എനിക്ക് നേടിത്തന്ന മൈ ഹാപ്പിനെസ്. അവൾ അരയിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് നിർത്തി അവനത് പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയ നിമിഷം അവൻ്റെ സാന്നിധ്യത്തിൽ അവളാകെ പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. റാം
വാക്കുകളിട്ട് അവൾ വിളിക്കുമ്പോൾ അടിവയറ്റിൽ കൂടെ എന്തോന്ന് മുകളിലേക്ക് ഉരുണ്ട് കയറുന്നത് അവൾ അറിഞ്ഞു. പിടച്ചിലൂടെ അവൻ്റെ ഷോൾഡറിലായി പിടിമുറുക്കി അവളുടെ നെടുക്കം മനസ്സിലാക്കിയ റാം അവളിൽ നിന്നും മാറി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന നിധയെ നോക്കി. ഇല്ല നിത, ഒരിക്കൽ ഞാനൊരു തെറ്റ് ചെയ്തു. അത് ഞാൻ ഒരിക്കലും ഇനി ആവർത്തിക്കില്ല. നേരത്തെ അറിയാതെ സന്തോഷം കൊണ്ട് അറിയാതെ ചെയ്തു പോയതടി. ബാക്കി പറയുന്നതിന് മുമ്പേ അവൾ അവൻ്റെ അതരത്തിലേക്ക് ആഴ്ത്തണങ്ങി. അവന് പറയാനുള്ളത് അനുവദിക്കാതെ അവൾക്ക് പറയാനുള്ളത് അവൾ ആ ചുംബനത്തിലൂടെ അറിയിച്ചു. അവനിലേക്ക് പൂർണ്ണമായി അലിഞ്ഞു ചേരാനുള്ള സമ്മതമായിരുന്നത് അതിനേക്കാൾ ഉപരി അവളുടെ പ്രണയത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു. പകയോ പ്രതികാരമോ ഇല്ലാത്ത പ്രണയം. നഷ്ടപ്പെട്ടു പോയ ജീവിതം അവൾക്ക് തിരികെ കൊടുത്തപ്പോൾ അവളിൽ നിന്നും നഷ്ടപ്പെട്ട പ്രണയവും അവളിലേക്ക് ഒഴുകിയെത്തി. പക്ഷേ ഇന്നത് റാമിലൂടെ മാത്രം. അവൻ ഇന്നവളെ പ്രണയിക്കുന്നതിനേക്കാൾ അധികം മടങ്ങി ഇന്നവൾ അവനെ പ്രണയിക്കുന്നുണ്ട്. അവളിൽ നിന്നും തട്ടിയെടുത്ത് അവളുടെ സമ്മതമില്ലാതെ സ്വന്തമാക്കിയ ശരീരത്തിലേക്ക് ഇന്നവൻ പടന്നു കയറിയത് അവളിലേക്ക് പ്രണയവസന്ത തീർത്തായിരുന്നു. ഒരിക്കൽ നോവോടുകൂടി അവന് സ്വന്തമായവൾ ഇന്ന് പൂർണ്ണ മനസ്സോടെ അവൻ്റെ ശരീരത്തിനും ആത്മാവിനും പാതിയായി. ചുംബനങ്ങളിലൂടെ അവളുടെ പെണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളെ തൊട്ടുണർത്തുമ്പോൾ അവൻ്റെ പ്രണയത്താൽ അവൾ ഓരോ നിമിഷവും ഉയർന്നു പൊങ്ങി അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. വിയർത്തൊലിച്ച് തൻ്റെ പ്രണയത്താൽ തളർന്നു പോയവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്ത് അവനെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവനിൽ നിന്നും ഒരു വീഴ്നീർത്തുള്ളി അവൾ അറിയാതെ അവളുടെ നെറുകയിലേക്ക് പതിച്ചു. അതിലുണ്ടായിരുന്നു അവൻ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ കറ. അവളെയും ചേർത്ത് പിടിച്ച് നിദ്രയെ പുണരുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ റാമിൻ്റെയും നിധയുടെയും കുഞ്ഞാറ്റകൾ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരുടെ കുഞ്ഞു സ്വപ്ന ലോകത്തായിരുന്നു. ഇന്ന് ഷൂട്ട് ചെയ്ത പ്രസ് മീറ്റിങ്ങിൻ്റെ റെക്കോർഡ് മീഡിയയിൽ ഏൽപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടവൻ്റെ വണ്ടിക്ക് കുറുകെയായി ഒരു വാന് വന്നു നിന്നു. അവൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പേ അവൻ്റെ തലക്കടിച്ച് ബോധം കരുതി വാനിൽ കയറ്റി കൊണ്ടുപോയിരുന്നു. വാനിൻ്റെ ഫെൻഡോമീറ്ററിൽ പുറമേ നിന്ന് നോക്കുന്നവർക്കും അകത്തു നിന്ന് നോക്കുന്നവർക്കും കാണുന്ന തരത്തിൽ വൈറ്റ് പെയിനിൽ അത്യാവശ്യം വലുപ്പത്തിൽ എഴുതിയത് പാതി കൺബോളുകൾ മറയുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ വായിച്ചെടുത്തതും നേരത്തെ തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഓർത്ത് അവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. പൂർണ്ണമായി ബോധം മറയുന്നതിന് മുമ്പേ ആ വാക്കുകളിലൂടെ അവൻ്റെ മിഴികൾ ഒരിക്കൽ കൂടി സഞ്ചരിക്കവേ അപ്പോഴും തെളിമയോടെ ആ വാക്കുകൾ തെളിഞ്ഞു തന്നെ കിടന്നു. രാക്ഷസി പ്രണയം. സ്നേഹപൂർവ്വം സാലിം കരുളായി.